നമസ്കാരം. ട്രിവാൻഡ്രം പൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പതിവ് പോലെ 29ാമത് രാജ്യാന്തര ചലച്ചിത്രമേള തലസ്ഥാനത്ത് നടക്കുകയാണ്. 2024 ഡിസംബർ 13 മുതൽ 20 വരെയുള്ള ഈ സിനിമ ഉത്സവ കാലത്ത് രാജ്യത്തിനകത്തും പുറത്തുമുള്ള സിനിമാ പ്രേമികളുടെ ലോകമായി തലസ്ഥാനം മാറിയിരിക്കുകയാണ്. 13,000-ഓളം ഡെലിഗേറ്റുകളാണ് ഇത്തവണ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 28ാമത് ഫിലിം ഫെസ്റ്റിവൽ നിരവധി വിവാദങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു. ഇത്തവണ വലിയ ഒച്ചപ്പാടില്ലാതെ കടന്നു പോകുകയാണ്. നിശാഗന്ധി, ടാഗോർ, കലാഭവൻ, ന്യൂ തിയേറ്റർ, കൈരളി, ശ്രീ, നിള, ഏരീസ് പ്ലക്സ്, SL സിനിമാസ്, അജന്ത, ശ്രീപത്മനാഭ തുടങ്ങിയ നഗരത്തിലെ 10 തിയേറ്ററുകളിലാണ് സിനിമകളുടെ പ്രദർശനം നടക്കുന്നത്. പ്രധാന കേന്ദ്രവും നിയന്ത്രണവും ടാഗോർ തിയേറ്റർ സമുച്ചയത്തിലാണ്. ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള IFFK-യിലെ സിനിമാ വിഭാഗങ്ങൾ ഇവയാണ്: ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ, വേൾഡ് സിനിമ, ഫീമെയിൽ ഗെയ്സ്, ലൈഫ് ടൈം അച്ചീവ്മെന്റ്, ലാറ്റിൻ അമേരിക്ക, മലയാളം സിനിമ ടുഡേ, ഇന്ത്യൻ സിനിമ നൗ, ജൂറി ഫിലിം, കലൈഡോസ്കോപ്പ്, കൺട്രി ഫോക്കസ്, ഫെസ്റ്റിവൽ ഫേവറിറ്റ്സ്, ഹോമേജ്, ഫെസ്റ്റിവൽ ഫേവറിറ്റ്സ്, കോണ്ടംപററി ഫിലിം മേക്കർ ഇൻ ഫോക്കസ്, സെലിബ്രേറ്റിംഗ് ഷബന ആസ്മി, സെന്റിനിയൽ ട്രിബ്യൂട്ട്, റിസ്റ്റോർഡ് ക്ലാസിക്സ്, സിഗ്നേച്ചർ ഇൻ മോഷൻ സ്പിരിറ്റ് ഓഫ് സിനിമ, മധു അമ്പാട്ട് റിട്രോസ്പെക്റ്റീവ്. ഇവയൊക്കെയാണ് പല സിനിമാ വിഭാഗങ്ങളായി സിനിമകളെ തരംതിരിച്ചിരിക്കുന്നത്. മീറ്റ് ദ ഡയറക്ടർ, ഓപ്പൺ ഫോറം തുടങ്ങിയ ചർച്ചാവേദികളും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. സാംസ്കാരിക വകുപ്പിന്റെ കീഴിൽ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയാണ് അന്താരാഷ്ട്ര ചലച്ചിത്രമേള സംഘടിപ്പിക്കുന്നത്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഫിലിം ഫെസ്റ്റിവലിൽ ഒന്നാണ് IFFK. ഏറ്റവും നല്ല സംഘടനാ മികവും ജനപങ്കാളിത്തവും കൊണ്ട് ഏഷ്യയിലെ മികച്ച ഫെസ്റ്റിവലുകളുടെ ലിസ്റ്റിലാണ് IFFK ഉൾപ്പെട്ടിരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള പല മികച്ച സംവിധായകരും സാങ്കേതിക വിദഗ്ധരും നിരൂപകരുമെല്ലാം മേളയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് പല കാലഘട്ടങ്ങളിലായി എത്തിയിട്ടുണ്ട്. ലോക സിനിമയിലെ മികച്ച സിനിമകളോടൊപ്പം തന്നെ ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള സിനിമകളും മേളയുടെ ഭാഗമായി എത്താറുണ്ട്. കേരളത്തിലെ കലാമൂല്യമുള്ള മികച്ച സിനിമകൾക്ക് അന്താരാഷ്ട്ര മാർക്കറ്റിൽ അവസരവും ഈ മേളയുടെ ഭാഗമായി ലഭിക്കുന്നുണ്ട്. 1994 ഈ ചലച്ചിത്രമേള തുടങ്ങിയത്. അന്ന് കോഴിക്കോടായിരുന്നു വേദി. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ രൂപീകരണം വരെ കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ആയിരുന്നു ഈ മേള സംഘടിപ്പിച്ചിരുന്നത്. 1998 ചലച്ചിത്ര അക്കാദമി രൂപീകരിച്ചത്. 1999 മുതൽ മത്സര വിഭാഗം ഈ മേളയിൽ ഉൾപ്പെടുത്തി. ഇപ്പോൾ എല്ലാ വർഷവും ഡിസംബർ ആദ്യവാരങ്ങളിൽ തിരുവനന്തപുരത്ത് മേള നടത്തി വരികയാണ്. നിരവധി സിനിമാ വിഭാഗങ്ങളും സെമിനാറുകളും വർക്ക്ഷോപ്പുകളും സംവാദങ്ങളും ഈ 8 ദിവസത്തെ മേളയുടെ ഭാഗമായി നടത്തപ്പെട്ടു വരികയാണ്. നിരവധി അവാർഡുകളും മേളയുടെ ഭാഗമായി നൽകി വരുന്നു. ഏറ്റവും മികച്ച ചിത്രത്തിന് സുവർണ ചകോരം, ഏറ്റവും മികച്ച നവാഗത സംവിധായകന് രജത ചകോരം, പ്രേക്ഷകർ തിരഞ്ഞെടുക്കുന്ന മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം, ഏറ്റവും മികച്ച ഏഷ്യൻ സിനിമയ്ക്കുള്ള നെറ്റ് പാക്ക് പുരസ്കാരം, ഏറ്റവും മികച്ച മലയാള സിനിമയ്ക്കുള്ള പുരസ്കാരം, മികച്ച മലയാള സിനിമയുടെ ഫിപ്രസി പുരസ്കാരം, മലയാളത്തിലെ നവാഗത സംവിധായകനുള്ള പുരസ്കാരം, ഏറ്റവും മികച്ച ഇന്ത്യൻ സിനിമയിലെ നവാഗത സംവിധായകനുള്ള KR മോഹനൻ പുരസ്കാരം, ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം തുടങ്ങിയവയെല്ലാം മേളയുടെ സമാപന സമ്മേളനത്തിൽ വെച്ച് നൽകപ്പെടുകയാണ്. ഇന്ത്യൻ സിനിമയ്ക്ക് മികച്ച സംഭാവന നൽകിയ നടി ശബന ആസ്മിയെ ഈ മേളയിൽ ആദരിച്ചു. ശബന ആസ്മിയുടെ 5 ചിത്രങ്ങൾ ഇത്തവണ മേളയിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. മൺമറഞ്ഞ ചലച്ചിത്ര പ്രതിഭകൾക്കുള്ള ആദരവായി സ്മൃതിദീപ പ്രയാണം, TK രാജീവ്കുമാർ ക്യൂറേറ്റ് ചെയ്യുന്ന 50 ലോക ചലച്ചിത്ര ആചാര്യർക്ക് ആദരമർപ്പിക്കുന്ന ഡിജിറ്റൽ ആർട്ട് എക്സിബിഷൻ, മലയാള സിനിമയുടെ തുടക്കകാലം മുതൽ 80കൾ വരെ തിളങ്ങിയ മുതിർന്ന നടിമാരെ ആദരിക്കൽ, ഇതിനോടൊപ്പം മാനവീയം വീഥിയിൽ വൈകുന്നേരങ്ങളിൽ നടക്കുന്ന സാംസ്കാരിക പരിപാടികൾ, സംഗീത പരിപാടികൾ, അങ്ങനെ മൊത്തത്തിൽ ഒരു ആഘോഷ ദിനങ്ങളാണ് തലസ്ഥാനത്ത് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പല ദേശങ്ങളിൽ നിന്നും ഇവിടെ എത്തി പരിചയപ്പെട്ട് സിനിമാ ചർച്ചകളും സംവാദങ്ങളുമായി വേറൊരു ലോകത്ത് സഞ്ചരിക്കുന്നവരുടെ ഒഴുക്കാണ് ഈ മേളയുടെ പ്രത്യേകത. ഇതിൽ പങ്കെടുക്കുന്നവർക്ക് ഒരേ ഒരു ഭാഷ മാത്രമേ ഉള്ളൂ, അത് സിനിമ തന്നെയാണ്. ഓരോ ഫെസ്റ്റിവലുകൾ കഴിയുമ്പോഴും ഇനി അടുത്തതിന് കാണാം എന്ന് യാത്ര പറഞ്ഞിറങ്ങുന്നവർ വീണ്ടും മറ്റൊരു ഡിസംബറിനായി കാത്തിരിക്കുകയാണ്. അപ്പോൾ തലസ്ഥാനത്തിലെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം വിജയകരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ തിരുവനന്തപുരത്തെ മറ്റൊരു കാഴ്ചയും വിശേഷങ്ങളുമായി വീണ്ടും കാണാം.